പക്ഷേ സൈമൺ കമ്മീഷന്റെ മുന്നിൽ പോയ ബാബാ സാഹേബ് അംബേദ്കർ, അദ്ദേഹത്തിൽ നിന്നുമാണ് ഞങ്ങളുടെ പരിവർത്തനത്തിന്റെ ബൗദ്ധിക ചർച്ച ആരംഭിക്കുന്നത്. അയ്യൻകാളി അക്ഷരമറിയാത്ത വിപ്ലവകാരിയ, ചട്ടമ്പി സ്വാമികൾ അക്ഷരമറിയുന്ന വിപ്ലവകാരിയ, ശ്രീനാരായണ ഗുരു അക്ഷരമറിയുന്ന വിപ്ലവകാരിയ, മന്നത്ത് പത്മനാഭൻ അക്ഷരമറിയുന്ന വിപ്ലവകാരിയാണ്. എന്തിന് എല്ലാ സാമൂഹ്യ നവോത്ഥാന നായകന്മാരും അക്ഷരമറിയുമ്പോൾ അക്ഷരമറിയാതെ നിരക്ഷരനായി ജാതി രാക്ഷസന്റെ തലയെറുക്കാൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടവനാണ് കാളി. അദ്ദേഹത്തിന്റെ പരിശ്രമം വലിയ തലത്തിൽ നിൽക്കാൻ സമാനതകളേ ഇല്ല. പക്ഷെ ഇവിടെ അംബേദ്കർ ഇടപെടുന്നു. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷന്റെ മുന്നിൽ പോകുന്നു. ഞങ്ങൾ അന്നും ഇന്നും ഇന്ത്യക്കാരാ. മഹത്തായ പൗരബോധം, ദേശീയബോധം, ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും കാത്തു സൂക്ഷിക്കാൻ മറ്റാരെക്കാളും ജന്മം കൊണ്ട് കടമപ്പെട്ടവരാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ മണ്ണിന്റെ നേരവകാശികളായതുകൊണ്ടാണ്. അതുകൊണ്ട് സൈമൺ കമ്മീഷന്റെ മുന്നിലും അംബേദ്കർ പറഞ്ഞു, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. പക്ഷേ ആ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകുമ്പോ എന്റെ ജനതയ്ക്ക് തുല്യനീതി കിട്ടണം, അവസര സമത്വം കിട്ടണം. എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, ഭരണഘടന വേണം. അവിടെ നിന്നുമാണ് 1930 ഒന്നാം വട്ടമേശ സമ്മേളനം, 32 രണ്ടാം വട്ടമേശ സമ്മേളനം, 30 31 32 ഈ വട്ടമേശ സമ്മേളനങ്ങൾക്ക് ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ്. അത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്ത സമ്മേളനങ്ങളാണ്. ആ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന ആശയം എന്തായിരുന്നു? ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല, നാട്ടുരാജാക്കന്മാരുടെ പ്രതിനിധിയാണ് പങ്കെടുത്തത്. അവിടെ അംബേദ്കർ പങ്കെടുത്തു. ഇതേ ആവശ്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോടും സാമ്രാജ്യത്തോടും ചോദിച്ചു. പക്ഷെ ഗാന്ധിജി പങ്കെടുക്കാത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനത്തിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഇർവിൻ പ്രഭു എന്ന് പറയുന്നയാളെ ഗാന്ധിജിയുമായി ചർച്ച നടത്തുവാൻ വേണ്ടി ഇന്ത്യയിലേക്ക് അയച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടി സൗകര്യപ്രദം രണ്ടാം വട്ടമേശ സമ്മേളനം 31 വിളിക്കാനാണ് ബ്രിട്ടീഷ് നേതൃത്വം തീരുമാനിച്ചത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി വന്നു. ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ തന്നെ അംബേദ്കർ ആവശ്യപ്പെട്ടു. അന്ന് ഗാന്ധിജി അംബേദ്കറെ ഉയർത്തിയ സംവരണ പോളിസിയെയും അവസര സമത്വത്തെയും എതിർത്തത് ഹിന്ദുവിന്റെ പരമപിതാവെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ ഭരണാധികാരിയായിരുന്നു എന്ന് പറയുന്ന സാക്ഷാൽ ശ്രീരാമൻ. ആ ശ്രീരാമന്റെ രാജ്യസങ്കല്പമാണ് എൻ്റെ രാജ്യത്തുള്ളത്. എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും ഉണ്ടെങ്കിലും ആ വൈവിധ്യങ്ങൾക്ക് നടുവിലും ഞങ്ങൾക്കൊരു ഏകത്വമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ഹൈന്ദവ സഹോദരന്മാരെയും എല്ലാ മറ്റു മതസമുദായങ്ങളെയും ഒന്നിപ്പിക്കാൻ കഴിയും. രാമരാജ്യത്തിൽ ഉള്ളവനും ഇല്ലാത്തവനുമില്ല, അവർണനും സവർണനുമില്ല. അതുകൊണ്ട് അംബേദ്കറുടെ വാദഗതിയെ ഞാനിതാ എതിർക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നിന്നും ബഹിഷ്കരിച്ചു പോന്നയാളാണ് ഗാന്ധിജി.